കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറബ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിങ്ങൾക്കറിയാം. ഫ്രഷ് കട്ട് എന്ന ഈ പ്ലാന്റിന് ഇന്നലെ തീയിട്ടു പ്രതിഷേധക്കാർ. സമരത്തിന് ഇടയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ഇപ്പോൾ വീടുകളിലൊക്കെ തന്നെ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. പോലീസിനെയൊക്കെ തന്നെ ആക്രമിച്ച പ്രതിഷേധമാണ് ഇന്നലെ അരങ്ങേറിയത്. ഡിവൈഎഫ്ഐയുടെ നേതാവ് ടി മെഹറൂബ് ഉൾപ്പെടെ 321 ആളുകൾക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരസമിതി ഇന്ന് പ്രാദേശിക ഹർത്താലും ആചരിക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, ശരിക്കും ഈ ഫ്രഷ് കട്ടിൻ്റെ അടുത്താണോ നിൽക്കുന്നത്? ഇനി ഫ്രഷ് കട്ട് ചാമ്പലാവാനൊന്നും ബാക്കിയില്ലല്ലോ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഫ്രഷ് കട്ടിലാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനായിരുന്നു. വലിയ രീതിയിൽ അവർ കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു ദുരിതം, അവരുടെ പ്രയാസം, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആ തീ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ഇതൊക്കെ ഫ്രഷ് കട്ടിൻ്റെ വാഹനങ്ങളാണ്. ഇന്നലെ സമരക്കാർ തീയിട്ട വാഹനങ്ങൾ. അതിൽ ഇപ്പോഴും അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീ ഉയരുന്നത് നമുക്ക് ഈ നിമിഷവും, പുകയുയരുന്നത് ഈ നിമിഷവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ഫയർഫോഴ്സ് സംഘത്തിന് വളരെ വൈകിയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഫയർഫോഴ്സ് സംഘം ഈ ഫ്രഷ് കട്ടിനകത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വളരെ വൈകിയാണ് അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും തീ അണയ്ക്കാൻ കഴിയുന്നതൊക്കെ. ഇപ്പോഴും അതിൽ നിന്ന് പുകയുരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും പൂർണ്ണമായി ആ സംഘർഷം ഇല്ലാതാക്കാൻ, പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് മണിക്കൂറുകൾ തന്നെ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 321 പേർക്കെതിരെയാണ് നിലവിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. വടകര റൂറൽ SP അടക്കമുള്ള ആളുകൾക്ക്, താമരശ്ശേരി SHO അടക്കമുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ട്. 16ഓളം പോലീസുകാർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റു എന്ന് ഔദ്യോഗികമായി പറയപ്പെടുന്നത്. ഏതാണ്ട് 25ലധികം സമരക്കാർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ കട്ടിപ്പാറ മേഖല കണ്ടത് സമാനതകളില്ലാത്തൊരു പ്രതിഷേധത്തിന് തന്നെയായിരുന്നു. കാരണം രാവിലെയൊക്കെ ഇത്രമേൽ ഒരു വൈകാരിക തലത്തിലേക്ക് സമരക്കാർ കടക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇത്ര ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് സമരക്കാർ കടക്കുമെന്ന് പോലീസും കരുതിയിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ കരുതിയിരുന്നെങ്കിൽ കൂടുതൽ പോലീസ് സേനയെ ഇവിടേക്ക് വിന്യസിക്കുകയും ഈ പ്രതിഷേധത്തെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ പോലീസിന് ഒരു പരിധി വരെയെങ്കിലും കഴിയുമായിരുന്നു. എന്നാൽ ഉച്ച പിന്നിട്ടതോടുകൂടി സമരത്തിന്റെ ഒരു രൂപം മാറുകയും അതിനൊരു ഗതി മാറുകയും പോലീസിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതാണ് ഇത്തരത്തിൽ പോലീസിന് പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നലെ ഈ ആരെയും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമല്ല. പക്ഷേ ഇന്നലെ രാത്രിയിലടക്കം വ്യാപകമായിട്ടുള്ള പരിശോധനകൾ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ എന്ന് പോലീസ് നിലവിൽ സമ്മതിക്കുന്നില്ല. പക്ഷേ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള പോലീസിന് നേരെ അതിക്രമം അഴിച്ചുവിട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കലാപം, വഴിതടയൽ, അന്യായമായ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ്. 321 പേരെയാണ് ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 322 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഇനി കൂടുതൽ പേരെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ കമ്പനിയുടെ ഭാഗമാണ്. ഇത് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഇന്നലെ തീയിട്ട ഒരു ലോറിയാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന, പല മേഖലകളിൽ നിന്ന് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ലോറികളാണ്. ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതേസമയം സമരക്കാരുടെ സമരപ്പന്തൽ അവിടെ തകർത്തിട്ടതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇതിൻ്റെ ഉടമ ഇന്നലെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള അനുമതികളും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനുമതികളും വാങ്ങിയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. പക്ഷേ നമുക്കൊരു കാര്യം ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞങ്ങൾ ഇവിടേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ, ഈ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള ദുർഗന്ധമുണ്ട്. അത് ഇവിടെ നിൽക്കുമ്പോഴുമുണ്ട്, ഈ ഇവിടേക്ക് വരുന്നതിന് ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറവുമുണ്ട്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണത്. അപ്പോൾ അതിനെതിരെയാണ് അവർ ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ കൂടുതൽ പോലീസ് സേനയടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. സ്കേൻ കൂടുതൽ പോലീസുകാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഈ സമരസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. യതീഷ് ചന്ദ്ര അടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ നിന്നാണ് നിഖിൽ നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.